നമ്മുടെ ഇന്നത്തെ ഈവനിങ് മനോഹരമാക്കാണ്ട് നമ്മളിന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാടത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പാടം, നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള പാടം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോരുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ ഒരു സംഭവം കണ്ട്, ഇതാ ആൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം വെച്ചാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും കേട്ടോ. എന്നാലും നമ്മളൊരു പഴയ ഒരു 90 കിഡ്സൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കാലത്തുള്ള ആളുകൾക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു സംഭവം. ഒരു ഫ്രൂട്ടാണ്, ഇത് കണ്ടോ. ഞങ്ങൾ അത്യാവശ്യമൊക്കെ പറിച്ച് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കണേ. അതേ കണ്ടോ, ആർക്കെങ്കിലും അറിയോ ഇതെന്താണെന്നുള്ളത്? ഇത് നമുക്ക് നല്ല സുലഭമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ, ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ലേ. അപ്പോൾ അതാ ഏകദേശം ഒരു വള്ളി പോലെ കേട്ടോ, അത് വള്ളി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുവേ. ഇതിൽ നിറയെ കായ്കളാട്ടോ, ഒരു എന്താ പറയുക അതിന് തുരുതുരെ കായ്കൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതേ കണ്ടോ. ഇതൊക്കെ പച്ചയാണ്. ഇതിൻ്റെ ഏകദേശം അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പഴുത്ത കായ്കളുള്ളത്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി അത് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുക നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ പൊട്ടു കേട്ടോ. ഇതുപോലെ അതേ യെസ്, അതെ, അത് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല എന്താ പറയുക, എന്ത് ടേസ്റ്റാ ചെറിയ പറയും. ഫ്രാഷൻ ഫ്രൂട്ട് തന്നെ അടിപൊളി, ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ടേസ്റ്റ്. അതെ, നല്ല മധുരമുള്ള ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയായിട്ടുള്ളത്. ഇവിടെ ഇതിലെങ്ങനെ ജ്യൂസ് ആക്കി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ, സലാഡിലൊക്കെ ഇടാം അല്ലേ, ജ്യൂസ് പോലൊക്കെ ചെയ്യാം, അടിപൊളിയായിരിക്കും. അടിപൊളിയാവും. അപ്പം നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കഴിച്ചവരുണ്ടെങ്കിൽ എന്താ പറയുക, അനുഭവം നമുക്ക് കമൻറ്റിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഈ വഴിയരികിലൊക്കെ കാണുമ്പം ഇയാളെ ജസ്റ്റ് മിസ് ചെയ്യണ്ട, വെറുതെ നമുക്ക് ഈ ടേസ്റ്റും കൂടി ഒന്ന് അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കേണ്ടി കേട്ടോ. അതെ, അടിപൊളിയാണേ.